അപ്പോൾ നമ്മൾ പറഞ്ഞു പൊതു ആവശ്യങ്ങൾക്ക് രൂപം നൽകുകയും അവ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മുമ്പാകെ അവതരിപ്പിക്കുകയും ചെയ്യുക. ഓക്കെ. രാജ്യത്ത് പൊതു അഭിപ്രായം രൂപീകരിക്കുകയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്യുക. അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും കേന്ദ്രങ്ങൾ അനുവദിക്കുക. ഇതൊക്കെയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യങ്ങൾ. എന്തൊക്കെയാണ്? ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തുക. ജാതിയുടെയോ മതത്തിൻ്റെയോ പ്രവിശ്യയുടെയോ വ്യത്യാസമില്ലാതെ ദേശീയ ഐക്യബോധം വളർത്തുക. പൊതു ആവശ്യങ്ങൾ രൂപം നൽകുകയും അവ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മുമ്പാകെ അവതരിപ്പിക്കുകയും ചെയ്യുക. രാജ്യത്ത് പൊതു അഭിപ്രായം രൂപീകരിക്കുകയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്യുക. അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും കേന്ദ്രങ്ങൾ അനുവദിക്കുക എന്നതൊക്കെയായിരുന്നു അവരുടെ ലക്ഷ്യങ്ങൾ കേട്ടോ. അപ്പോൾ അലൻ ഒക്ടേവിയൻ ഹ്യൂമിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്, W.C. ബാനർജീൻ്റെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. അടുത്തത്, എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയിരുന്നു കേട്ടോ. എല്ലാ വർഷവും ഡിസംബർ മാസത്തിലാണ് വാർഷിക സമ്മേളനം നടത്തല്. അക്കാലത്തെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു ദാദാഭായ് നവറോജി, സുരേന്ദ്രനാഥ് ബാനർജി, ഫിറോസ് ഷാ മേത്ത, ബദറുദ്ദീൻ ത്യാബ്ജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലക്, P. ആനന്ദചാലു, C.R. ദത്ത്, ആനന്ദ് മോഹൻ ബോസ് എന്നിവരൊക്കെ കേട്ടോ. അടുത്തത്, സർ C. ശങ്കരൻ നായർ. സർ C. ശങ്കരൻ നായർ കേട്ടോ. സർ C. ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളിയാണ്. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇദ്ദേഹം കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചത് കേട്ടോ. ചേറ്റൂർ ശങ്കരൻ നായർ കേട്ടോ, കേട്ടിട്ടുണ്ടാവും അല്ലേ. സർ C. ശങ്കരൻ നായർ. അടുത്തത്, വിഭജനവും ഭിന്നിപ്പിക്കലും. ഐക്യബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാൾ വിഭജിക്കപ്പെട്ടാൽ ശക്തിക്ഷയമുണ്ടാകും. കോൺഗ്രസ് നേതാക്കളുടെ തോന്നൽ ഇതാണ്. അവരുടെ ആശങ്ക പൂർണ്ണമായും ശരിയാണ്. ബംഗാൾ വിഭജിക്കാനുള്ള പദ്ധതികളുടെ മേന്മകളിലൊന്ന് ഇതുതന്നെയാണ്. നമ്മുടെ മുഖ്യ ലക്ഷ്യങ്ങളിലൊന്ന് നമ്മുടെ ഭരണത്തിൻ്റെ എതിരാളികളെ ഭിന്നിപ്പിക്കുകയും അതുവഴി എതിർക്കുന്ന സംഘടനയെ ദുർബലമാക്കുകയുമാണ്. ഇതാരാ പറഞ്ഞത്? H. റിസ്ലെ ആണ് കേട്ടോ. ബംഗാൾ വിഭജനത്തിൻ്റെ ലക്ഷ്യം വിശദീകരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര സെക്രട്ടറിയായിരുന്ന റിസ്ലെ എഴുതിയ ഒരു ഔദ്യോഗിക കുറിപ്പിലെ വിവരണമാണ് നിങ്ങൾ മുകളിൽ വായിച്ചത്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരങ്ങളെ ദുർബലപ്പെടുത്താൻ ബ്രിട്ടീഷ് അധികാരികൾ പലതരം തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. അവയിൽ പ്രധാനമായിരുന്നു ബംഗാൾ വിഭജനം. ഓക്കെ, ബംഗാൾ വിഭജനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് അല്ലേ. എന്താ പറയുക, ഭയങ്കര പ്രധാനമായിരുന്നു. എന്തിൻ്റെ? അവരുടെ സമരങ്ങളെയൊക്കെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ട്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ശക്തി കേന്ദ്രമായ ബംഗാൾ പ്രവിശ്യയെ രണ്ടായി വിഭജിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. നിലവിലുള്ള ബംഗാൾ പ്രവിശ്യ വിസ്തൃതമാണെന്നും കാര്യക്ഷമമായ ഭരണ നിർവഹണത്തിന് വിഭജനം അനിവാര്യമാണെന്നുമാണ് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭു വാദിച്ചത് കേട്ടോ. കഴ്സൺ പ്രഭു ആണ് പറഞ്ഞത് ഇങ്ങനെ വിഭജനം ആവശ്യമുണ്ടെന്ന്. ബംഗാൾ വിഭജനം. ബംഗാളിലെ കിഴക്കൻ ബംഗാൾ, പടിഞ്ഞാറൻ ബംഗാൾ എന്നിങ്ങനെ രണ്ടായി വിഭജിച്ചു. കിഴക്കൻ ബംഗാൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവും പടിഞ്ഞാറൻ ബംഗാൾ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശവുമാണ്. അപ്പോൾ കിഴക്ക് മുസ്ലിംസും പടിഞ്ഞാറ് ഹിന്ദുക്കളും ആക്കിയിട്ട് ഇവർ മാറ്റുകയായിരുന്നു ചെയ്തിട്ട് ബംഗാൾ വിഭജനം. വിഭജനം നിലവിൽ വന്ന 1905 ഒക്ടോബർ 16, അപ്പം മറക്കരുത്, 1905 ഒക്ടോബർ 16 ബംഗാളിലുടനീളം ദുഃഖാചരണം നടന്നു. കൽക്കത്തയിൽ ഹർത്താൽ ആചരിച്ചു. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച അമർ സോണാർ ബംഗ്ല എന്ന ദേശഭക്തി ഗാനവും ആലപിച്ചുകൊണ്ട് ജനങ്ങൾ തെരുവുകളിൽ സംഘടിച്ചു. ഈ പ്രതിഷേധങ്ങൾ ഒരു വലിയ സമരമായി മാറി. ഇത് സ്വദേശി പ്രസ്ഥാനം എന്ന് അറിയപ്പെട്ടു. ഇതാണ് എന്ത്? സ്വദേശി പ്രസ്ഥാനം കേട്ടോ. അപ്പം എന്താണ്? 1905 ഒക്ടോബർ 16 എന്ത് നൽകി? ഇതിന് എതിരെ അപ്പോൾ വിഭജനം നിലവിൽ വന്ന 1905 ഒക്ടോബർ 16 എന്താണ്? ദുഃഖാചരണമൊക്കെ നടന്നു. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച അമർസോന ബംഗ്ല പറഞ്ഞിട്ടുള്ള ദേശഭക്തി ഗാനം പാടിയിട്ട് ഇവരെല്ലാവരും തെരുവുകളിൽ നടന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തമായൊരു കുതിച്ചുചാട്ടമാണ് ഉണ്ടായത് സ്വദേശി പ്രസ്ഥാനത്തിലൂടെ.
തോടു കൂടിയാണ് കേട്ടോ. ഒരു എന്താണ് ദേശീയ പ്രസ്ഥാനത്തിന് ഉണർവേകാൻ ഈ സ്വദേശി പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗവും ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണവുമായിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന സമരരീതി. എന്താണ്? ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗവും ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണവുമായിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന സമരരീതി. അപ്പോൾ ഒരു സമരരീതി പറഞ്ഞല്ലേ, ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗവും ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണമായിരുന്നു അവരുടെ സമരരീതി. പറഞ്ഞത് സ്വാശ്രയം എന്നതായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ആശയം. സ്വദേശി വ്യവസായങ്ങളും മറ്റ് സംരംഭങ്ങളും വിജയിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. സ്വദേശി പ്രസ്ഥാനം പറഞ്ഞാൽ തന്നെ എന്താണ്? സ്വദേശി വ്യവസായങ്ങളും മറ്റ് സംരംഭങ്ങളും എന്ത് ചെയ്യാം? വിജയിപ്പിക്കുക. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും അങ്ങനെ സർക്കാരിന് കച്ചവടത്തിലൂടെ ലഭിക്കുന്ന വരുമാനം ഇല്ലാതാക്കുകയുമായിരുന്നു സ്വദേശി സമരത്തിൻ്റെ ലക്ഷ്യം. ഇതിൻ്റെ ഭാഗമായിട്ട് നിരവധി തുണിമില്ലുകൾ, സോപ്പ് നിർമ്മാണശാലകൾ, തീപ്പെട്ടി ഫാക്ടറികൾ, കൈത്തറി സ്ഥാപനങ്ങൾ, ദേശീയ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവ ആരംഭിച്ചു കേട്ടോ. ആചാര്യ പി സി റോയ് ആരംഭിച്ച ബംഗാൾ കെമിക്കൽ സ്റ്റോർ കേട്ടോ. ആചാര്യ പി സി റോയ് ആരംഭിച്ചാണ് ബംഗാൾ കെമിക്കൽ സ്റ്റോർ. രവീന്ദ്രനാഥ് ടാഗോർ തുടക്കമിട്ട സ്വദേശി സ്റ്റോർ. വി ചിദംബരം പിള്ളയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി. ജാംഷഡ്ജി ടാറ്റ സ്ഥാപിച്ച സ്റ്റീൽ ഫാക്ടറി എന്നിവയും സ്വദേശി സമരത്തിൻ്റെ ഭാഗമായിട്ട് രൂപം കൊണ്ടിട്ടോ. എന്തൊക്കെയാണ്? ആചാര്യ പി സി റോയ് ആരംഭിച്ചതാണ് ബംഗാൾ കെമിക്കൽ സ്റ്റോർ. രവീന്ദ്രനാഥ് ടാഗോർ തുടക്കമിട്ട സ്വദേശി സ്റ്റോർ. വി ചിദംബരം പിള്ള നേതൃത്വത്തിൽ ഉണ്ടാക്കിയതാണ് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി. ജംഷഡ്ജി ടാറ്റ ഉണ്ടാക്കിയതാണ് സ്റ്റീൽ ഫാക്ടറി എന്നിവയൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് രൂപം കൊണ്ടവയാണ് കേട്ടോ. സുരേന്ദ്രനാഥ ബാനർജി സ്വദേശി പ്രസ്ഥാനത്തെക്കുറിച്ച് നൽകിയ വിവരണമാണ് ചുവടെ നൽകിയിട്ടുണ്ട്. നമുക്ക് നോക്കാം അല്ലേ. കരുത്തിൻ്റെ നാളുകളിൽ സ്വദേശി പ്രസ്ഥാനം നമ്മുടെ സാമൂഹിക ഗാർഹിക ജീവിതത്തിൽ മുഴുവൻ പ്രതലത്തിലും നിറം ചാർത്തി. ഇന്ത്യയിൽ നിർമ്മിച്ചെടുക്കാവുന്നതുപോലെയുള്ള വിദേശ വസ്തുക്കൾ ഉൾപ്പെടെ വിവാഹ സമ്മാനങ്ങൾ മടക്കി നൽകപ്പെട്ടു. എന്താണ്? വിദേശ വസ്തുക്കൾ ഉൾപ്പെട്ട വിവാഹ സമ്മാനങ്ങൾ മടക്കി നൽകപ്പെട്ടു. ദേവന്മാർക്ക് നിവേദ്യമായി വസ്തുക്കൾ സമർപ്പിക്കപ്പെട്ട ചടങ്ങുകളിൽ കാർമ്മികത്വം വഹിക്കുവാൻ പുരോഹിതർ പലപ്പോഴും എതിർപ്പ് പ്രകടിപ്പിച്ചു. വിദേശ ഉപ്പോ പഞ്ചസാരയോ ഉപയോഗിച്ച് ആഘോഷവേളയിൽ പങ്കെടുക്കാൻ അതിഥികൾ വിസമ്മതിച്ചു അല്ലേ. അപ്പോൾ വിദേശ വസ്തുക്കൾ പൂർണ്ണമായിട്ടും ബഹിഷ്കരിക്കുകയായിരുന്നു ഈ സ്വദേശി പ്രസ്ഥാനത്തിൽ നടന്നത്. അതിൻ്റെ ഒരു സാമൂഹിക ചുറ്റുപാടിനെ കുറിച്ചിട്ടാണ് ഇവർ പറയുന്നത്. ഓക്കെ അല്ലേ. ഇത്തരം പ്രചാരണ പരിപാടികളിൽ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളെക്കുറിച്ചും അവബോധമുണ്ടാക്കുകയും ഇന്ത്യൻ ജനതയിൽ വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. ഇതിലൂടെ ഇന്ത്യയിലെ സാധാരണക്കാരും സ്ത്രീകളും വിദ്യാർത്ഥികളും ആദ്യമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പങ്കാളികളായി. ഈ പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനം സാംസ്കാരികം, വിദ്യാഭ്യാസം, സാമ്പത്തികം, രാഷ്ട്രീയം എന്നീ മേഖലകളിൽ അനുഭവപ്പെട്ടു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കാനും സ്വദേശി എന്ന പുതിയ സമരമാർഗം സ്വാതന്ത്ര്യ സമരത്തിന് സംഭാവന ചെയ്യാനും സ്വദേശി പ്രസ്ഥാനത്തിന് സാധിച്ചു. സ്വദേശി പ്രസ്ഥാനം ദേശീയ സമരത്തെ സാധാരണക്കാരിലേക്ക് എത്തിച്ചു കേട്ടോ. അടുത്തത് പറഞ്ഞാൽ സ്വദേശി സമിതികളാണ്. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാനും ജനങ്ങളെ സംഘടിപ്പിക്കാനുമായി പ്രവർത്തിച്ചിരുന്ന സന്നദ്ധ സംഘടനകളാണ് സ്വദേശി സമിതികൾ. അശ്വിനി കുമാർ ദത്ത് രൂപീകരിച്ച അശ്വിനി കുമാർ ദത്ത് രൂപീകരിച്ച സ്വദേശി ബാന്ധവ് സമിതി ഇതിൽ പ്രധാനപ്പെട്ടവയായിരുന്നു കേട്ടോ. സന്നദ്ധ ഭടന്മാർക്ക് കായിക പരിശീലനം നൽകുക, പകർച്ചവ്യാധിയും മറ്റും മൂലമുള്ള ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുക, സ്വദേശി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ കേട്ടോ. അടുത്ത നമ്മൾ പറയുന്നതാണ് മിതവാദികളും തീവ്രവാദികളുമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തന രീതികളെ സംബന്ധിച്ച് നേതാക്കൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിന്നിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് ആദ്യകാല നേതാക്കൾ തയ്യാറായിരുന്നില്ല. ബ്രിട്ടീഷുകാർക്കെതിരെ പ്രത്യക്ഷ
സമരത്തിന് ആദ്യകാല നേതാക്കൾ തയ്യാറായിരുന്നില്ല. അപ്പം എന്താണ് ബ്രിട്ടീഷുകാർക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് ആദ്യകാല നേതാക്കൾ തയ്യാറായിരുന്നില്ല. അവർ മിതവാദികൾ എന്നാണ് അറിയപ്പെട്ടത് കേട്ടോ. അവരാണ് എന്തെന്ന് അറിയപ്പെട്ടത്? മിതവാദികൾ കേട്ടോ. പ്രത്യക്ഷ സമരത്തിന് ആദ്യകാല നേതാക്കൾ തയ്യാറായിരുന്നില്ല കേട്ടോ. ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി എന്നിവരായിരുന്നു ഇതിൽ പ്രധാനികളായിരുന്നത് കേട്ടോ. ആരൊക്കെയാണെന്നാണ് പറഞ്ഞത്? ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി എന്നിവരായിരുന്നു കേട്ടോ ഇതിൽ പ്രധാനികൾ. സമാധാനപരവും രക്തരഹിതവുമായ സമരങ്ങളിലൂടെയും യോഗങ്ങൾ, പ്രസംഗങ്ങൾ, പ്രമേയങ്ങൾ എന്നിവയിലൂടെ അവർ തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു കേട്ടോ. മിതവാദികളുടെ ആശയങ്ങളോടും പ്രവർത്തനങ്ങളോടും അതൃപ്തരായ മറ്റൊരു വിഭാഗം കോൺഗ്രസിൽ ശക്തരായി കേട്ടോ. മിതവാദികളുടെ ആശയങ്ങളോടും പ്രവർത്തനങ്ങളോടും അതൃപ്തരായ മറ്റൊരു വിഭാഗം കോൺഗ്രസിൽ ശക്തരായി. അവർ തീവ്ര ദേശീയവാദികൾ എന്നറിയപ്പെട്ടു. അവരാണ് എന്തറിയപ്പെട്ടത്? തീവ്ര ദേശീയവാദികൾ. ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്. എന്താണ്? ലാൽ, പാൽ, ബാൽ എന്നാലോചിച്ചാൽ മതി കേട്ടോ. ലാൽ, പാൽ, ബാൽ എന്നാലോചിച്ചാൽ മതി കേട്ടോ. ഇവരുടെ പ്രവർത്തന രീതികൾ മിതവാദികളുടേതിൽ നിന്നും തികച്ചും വിഭിന്നമായിരുന്നു. സ്വദേശി ബഹിഷ്കരണം. എന്താണ്? സ്വദേശി ബഹിഷ്കരണം തുടങ്ങിയ വിപ്ലവകരമായ പ്രവർത്തന രീതികൾ സ്വീകരിച്ച ഇവർ ശക്തമായ പ്രത്യക്ഷ സമരത്തിലൂടെ മാത്രമേ സ്വാതന്ത്ര്യം നേടാൻ കഴിയൂ എന്ന് വാദിച്ചു. മിതവാദികളുടെയും തീവ്രവാദികളുടെയും അഭിപ്രായ ഭിന്നതകൾ 1907 സൂററ്റിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് രൂക്ഷമായിട്ട് 1907 സൂററ്റിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ രൂക്ഷമായി. സമ്മേളനം തുടർന്നു കൊണ്ടുപോവുക പോലും അസാധ്യമായി. തുടർന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയായി. അത്രയും പ്രശ്നമായിരുന്നു. ഈ സംഭവ വികാസങ്ങൾ കോൺഗ്രസിനെ പിളർപ്പിലേക്ക് നയിച്ചു കേട്ടോ. കോൺഗ്രസ്സിലുണ്ടായ പിളർപ്പ് ബ്രിട്ടീഷുകാർ വളരെ സമർത്ഥമായി മുതലെടുത്തു. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയം കൂടുതൽ ആഴത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് ഇതിലൂടെ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു. ബ്രിട്ടീഷുകാർ തീവ്രദേശീയവാദികൾക്കെതിരെ കർശന നടപടികൾ ആരംഭിച്ചു. നേതാക്കളെ അറസ്റ്റ് ചെയ്തു. ഈ സർവേന്ത്യ മുസ്ലിം ലീഗിൻ്റെ രൂപീകരണം കേട്ടോ. ഫിറോസ് ഷാ മേത്ത കണ്ടില്ലേ, ഗോപാലകൃഷ്ണ ഗോഖലെ ഒക്കെ ഇവരൊക്കെ എന്താണ്? മിതവാദികളാണ് അല്ലേ. സർവേന്ത്യ മുസ്ലിം ലീഗിൻ്റെ രൂപീകരണം. ആഗഖാൻ്റെ നേതൃത്വത്തിൽ ഒരു മുസ്ലിം പ്രതിനിധി സംഘം സിംലയിൽ വെച്ച് മിൻറ്റോ പ്രഭുവിനെ കാണുകയും. എന്താണ്? ആഗഖാൻ്റെ നേതൃത്വത്തിൽ ഒരു മുസ്ലിം പ്രതിനിധി സംഘം സിംലയിൽ വെച്ചിട്ട് മിൻറ്റോ പ്രഭുവിനെ കാണുകയും ചില ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. സർക്കാരിൻ്റെ എല്ലാ തലങ്ങളിലും തങ്ങളുടെ സമുദായത്തിന് പ്രത്യേക പ്രാതിനിധ്യം നൽകണമെന്നും മുസ്ലിങ്ങൾക്ക് പ്രത്യേകം നിയോജക മണ്ഡലം വേണമെന്നും അവർ ആവശ്യപ്പെട്ടു കേട്ടോ. അവർക്കെന്താണ്? ഒരു പ്രത്യേക നിയോജക മണ്ഡലം വേണമെന്നും ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങളോടുള്ള വൈസ്രോയിയുടെ പ്രതികരണം തികച്ചും അനുകൂലമായിരുന്നു. ഇത് മുസ്ലിങ്ങൾക്കായി ഒരു പ്രത്യേക രാഷ്ട്രീയ സംഘടന ആരംഭിക്കാൻ പ്രചോദനമാവുകയും 1906 സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമാവുകയും ചെയ്തു. 1906 സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമാവുകയും ചെയ്തു. ഓക്കെ അല്ലേ? അടുത്ത നമ്മൾ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു എന്ന് പറഞ്ഞു അല്ലേ. മറ്റേ നമ്മൾ സൂററ്റ് പിളർപ്പിൽ ഈ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഈ തീവ്ര ആശയങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്ന ആൾക്കാർ ജയിലിൽ അടയ്ക്കാൻ തുടങ്ങി. ബാലഗംഗാധര തിലക് ഉൾപ്പെടെ പലരെയും നാടുകടത്തി. പല നേതാക്കളും രാഷ്ട്രീയം ഉപേക്ഷിക്കുന്ന കോലത്തിൽ വരെ ആക്കി കേട്ടോ. ജനരോക്ഷം തണുപ്പിക്കുന്നതിനും കോൺഗ്രസ്സിലെ മിതവാദികളെ സ്വാധീനിക്കുന്നതിനും വേണ്ടി ചില ഭരണ പരിഷ്കാരങ്ങൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കി. അപ്പോൾ ഇവിടെ ആകെ പ്രശ്നമായല്ലോ. അപ്പോൾ ഇവരൊക്കെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ചില ഭരണ പരിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കി. 1909 നടപ്പിലാക്കിയ മിൻറ്റോ മോർലി പരിഷ്കാരങ്ങൾ ഇത്തരത്തിലുള്ളവയാണ്. അപ്പോൾ ഇവരെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് 1909 മിൻറ്റോ മോർലി പരിഷ്കാരം ഉണ്ടാക്കിയത് കേട്ടോ. ഇത് നമ്മളിപ്പോൾ ഡിഗ്രി പ്രിലിംസിൽ വന്നിരുന്നു മിൻറ്റോ മോർലി പരിഷ്കാരമൊക്കെ. ഈ പരിഷ്കാരത്തിലെ പ്രധാന വ്യവസ്ഥകളാണ് മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തുക,
നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങളും അധികാരങ്ങളും വിപുലപ്പെടുത്തുക എന്നത്. ഓക്കെ, ഇനി അടുത്ത ലാൽ ബാൽ പാലാണ് കേട്ടോ. ലാൽ ബാൽ പാൽ. അയ്യോ ഇതെന്താവാതെ, അയ്യോ നോക്കട്ടെ, ഇതാവുന്നില്ല. ഓക്കെ, ലാൽ ബാൽ പാൽ. ഓക്കെ, സ്വദേശി പ്രസ്ഥാനത്തിന് കൂടുതൽ കരുത്ത് പകർന്നുകൊണ്ട് ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞ തീവ്ര ദേശീയ നേതാക്കളാണ് ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ എന്നിവർ. ഇവർ ലാൽ ബാൽ പാൽ എന്നറിയപ്പെട്ടു. ഓക്കെ, തീവ്ര ദേശീയ നേതാക്കളാണെന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ അല്ലേ. അടുത്തതാണ് ഇനി അവസാനത്തെ ഹോം റൂൾ പ്രസ്ഥാനം. ആനി ബസന്റാണ് നമ്മൾ ഹോം റൂൾ പ്രസ്ഥാനം കൊണ്ടുവന്നത്. ആനി ബസന്റിൻ്റെ ചിത്രം അവിടെ 1914 ഒന്നാം ലോക യുദ്ധത്തിൻ്റെ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വീണ്ടും സജീവമായി. ഇതിന് നേതൃത്വം നൽകിയത് ഹോം റൂൾ ലീഗ് എന്ന സംഘടനയായിരുന്നു. ആനി ബസന്റിൻ്റെയും ബാലഗംഗാധര തിലകിൻ്റെയും നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഹോം റൂൾ ലീഗ് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ജനപിന്തുണ നേടി. ഹോം റൂൾ അഥവാ സ്വയംഭരണം, ഹോം റൂൾ അല്ലെങ്കിൽ സ്വയംഭരണം എന്ന സംഘടന, ഹോം റൂൾ അഥവാ സ്വയംഭരണമായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യം കേട്ടോ. സ്വയംഭരണമാണ് ലക്ഷ്യം. ഹോം റൂൾ ലീഗിൻ്റെ പ്രചാരണത്തിനായി ആനി ബസന്റും ബാലഗംഗാധര തിലകും രാജ്യത്തിലുടനീളം സഞ്ചരിക്കുകയും രാജ്യത്തിലുടനീളം സഞ്ചരിക്കുകയും ഇതിൻ്റെ ശാഖകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഹോം റൂൾ ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിന് ഭീഷണിയാണെന്ന് തിരിച്ചറിഞ്ഞ ഗവൺമെൻറ് ആനി ബസന്റിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഓക്കെ, അവരെ ജയിലിലടച്ചു. പിന്നീട് ജയിൽ മോചിതയായ അവർ 1917 കൽക്കട്ട സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് ജയിൽ മോചിതയായ അവർ 1917 കൽക്കട്ട സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു കേട്ടോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായ ആദ്യ വനിതയാണ് ആര്? നമ്മുടെ ആനി ബസന്റ്. ഓക്കെ അല്ലേ? അടുത്ത ഐക്യത്തിൻ്റെ തന്നെയുള്ളൂ കേട്ടോ. അവസാനത്തെ ഐക്യത്തിൻ്റെ ലക്നൗ. 1916 കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനം നടന്നത് ലക്നൗവിലാണ്. ഈ സമ്മേളനം ചില സുപ്രധാന തീരുമാനങ്ങൾ ശ്രദ്ധേയമാണ്. മിതവാദികളും തീവ്രവാദികളും ഐക്യപ്പെടാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സർവേന്ത്യ മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാനും ഈ സമ്മേളനത്തിൽ തീരുമാനിച്ചു. 1916 ലക്നൗ സമ്മേളനം കേട്ടോ. അടുത്തത് ഇതര വഴികളിലൂടെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമര രീതികളിൽ നിന്നും വ്യത്യസ്തമായി ചിലർ രഹസ്യ വിപ്ലവ സംഘടനകൾ രൂപീകരിച്ച് സായുധ സമരത്തിൻ്റെ മാർഗം അവലംബിച്ചു. പാശ്ചാത്യ സാമ്രാജ്യത്തെ ഹിംസയിലൂടെ മാത്രമേ അമർച്ച ചെയ്യാൻ കഴിയൂ എന്ന് അവർ വിശ്വസിച്ചു. അവയിൽ ചിലതാണ് നൽകിയിട്ടുള്ളത് കേട്ടോ. വിപ്ലവ സംഘടനകളാണ്. അനുശീലൻ സമിതി ബംഗാളിലാണ് ഉണ്ടായത്. ആരൊക്കെയാണ്? സച്ചീന്ദ്രനാഥ് സന്യാലും അരവിന്ദ ഘോഷുമാണ്. ഭാരത് മാതാ അസോസിയേഷൻ ആരാ കൊണ്ടുവന്നത്? നമ്മുടെ മദ്രാസിലാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഭാരത് മാതാ അസോസിയേഷന് എവിടെ ഉണ്ടായിരുന്നത്? മദ്രാസിലാണ് ഉണ്ടായിരുന്നത്. ഭാരത് മാതാ എവിടെ ഉണ്ടായിരുന്നത്? മദ്രാസിലാണ് ഉണ്ടായിട്ടുള്ളത്. നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ കേട്ടില്ലേ? വാഞ്ചി അയ്യരൊക്കെയാണ് ഭാരതമാതാ അസോസിയേഷൻ്റെ ആൾ കേട്ടോ. അജിത് സിംഗ് എന്നിവരായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. അടുത്തത് യുഗാന്തർ പാർട്ടിയാണ്. ബംഗാളിലായിരുന്നു ഉണ്ടായിരുന്നത്. രാഷ് ബിഹാരി ബോസ്, ഗുദിംറ ബോസാണ് ഇതിന് നേതൃത്വം നൽകിയത് കേട്ടോ. യുഗാന്തർ പാർട്ടി ബംഗാൾ, രാഷ് ബിഹാരി ബോസും ഗുദിറാം ബോസും. ഗദർ പാർട്ടി അമേരിക്കയിലാണ് വന്നത്. ലാലാ ഹർദയാൽ. ഗദർ പാർട്ടിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അമേരിക്ക, ലാലാ ഹർദയാൽ. അനുശീലന സമിതി ആരാണ്? ബംഗാളിലായിരുന്നു. സച്ചീന്ദ്ര സന്യാലും അരവിന്ദ ഘോഷുമാണ്. ഭാരതമാതാ അസോസിയേഷൻ മദ്രാസ്, നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ് ആണ് കേട്ടോ. യുഗാന്തർ പാർട്ടി ബംഗാളിലാണ്. രാഷ് ബിഹാരി ബോസ്, ഗുദിറാം ബോസ്. ഗദർ പാർട്ടി അമേരിക്ക, ലാലാ ഹർദയാൽ കേട്ടോ. ബ്രിട്ടീഷുകാരുടെ വിവിധ ചൂഷണ നയങ്ങളും അതിനെതിരെ ഇന്ത്യൻ ജനത സ്വീകരിച്ച ചെറുത്തുനിൽപ്പുകളുമാണ് ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയിലേക്ക് നയിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തോടെ ബ്രിട്ടീഷുകാർക്കെതിരായ ഇന്ത്യൻ ജനതയുടെ ചെറുത്തുനിൽപ്പുകൾക്ക് ഒരു സംഘടിത രൂപം കൈവന്നു. അക്കാലത്തെ ഏറ്റവും ശക്തമായ ജനകീയ പ്രക്ഷോഭമായിരുന്നു ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന സ്വദേശി പ്രസ്ഥാനം കേട്ടോ. അതായിരുന്നു ഇമ്പോർട്ടൻ്റ്.
പിൽക്കാലത്ത് ഗാന്ധിജി നേതൃത്വം ഏറ്റെടുത്തോടെ സ്വാതന്ത്ര്യ സമരം കൂടുതൽ ജനകീയവും ശക്തവുമായിട്ട് മാറി. ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ ഈ പാഠം? ഇതന്നെ പഠിച്ചാൽ മതി. കുറേ കാര്യങ്ങൾ ഇതിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് അടിച്ചാൽ മനസ്സിലാവും കേട്ടോ. ശരി എന്നാൽ, താങ്ക് യു ഗൈസ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.